Good morning, dear students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ജനിക് ഓർഗനൈസത്തിനെ കുറിച്ചാണ്. എന്താണ് ട്രാൻസ്ജനിക് ഓർഗനൈസംസ്? Organisms that are genetically engineered by the introduction of a foreign gene into the genome of the organism are called transgenic organism. ഒരു ഓർഗനൈസത്തിന്റെ ജീനോമിലേക്ക് ഒരു ഫോറിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ഓർഗനൈസത്തിന്റെ ജീനോമിനെ മോഡിഫൈ ചെയ്തിട്ട് ഒരു പുതിയ ഓർഗനൈസത്തിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് ട്രാൻസ്ജനിക് ഓർഗനൈസം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഓർഗനൈസത്തിന്റെ ജീനോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോറിൻ ജീനിനെ ട്രാൻസ്ജീൻ എന്നാണ് പറയുന്നത്. Transgenes are themselves engineered before being inserted into the host organisms. ഇനി നമ്മൾ പലതരത്തിലുള്ള ട്രാൻസ്ജനിക് ഓർഗനൈസംസ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പഠിക്കുന്നത്. ആദ്യം ട്രാൻസ്ജനിക് മൈക്രോബ്സ്. Several proteins such as insulin, interferons, interleukins ഇതെല്ലാം തന്നെ നമ്മൾ പല മൈക്രോബ്സിലും ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ ഇൻസുലിൻ അല്ലെങ്കിൽ ഇൻറ്റർഫെറോൺസ് ആൻറ്റിവൈറൽ പ്രോട്ടീൻസ് ആയിട്ടുള്ള ഇൻറ്റർഫെറോൺസ്, ഇൻ്റർലൂക്കിൻസ് നാച്ചുറലി ഒക്കറിങ് പ്രോട്ടീൻസ് ദാറ്റ് മീഡിയേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സെൽസ്. ഈ പ്രോട്ടീൻസ് എല്ലാം തന്നെ നമ്മൾ പല മൈക്രോബ്സിലും നമ്മൾ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോട്ടീൻസിൻ്റെ ജീനോം ഈ പ്രോട്ടീൻസിൻ്റെ ജീൻ ഈ മൈക്രോബ്സിൻ്റെ ജീനോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ പ്രോട്ടീൻസ് ഇൻസുലിനും ഇൻറ്റർഫെറോൺസും ഇൻ്റർലൂക്കിൻസും നമ്മൾ മൈക്രോബ്സിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഫോർ തെറാപ്യൂട്ടിക് യൂസ്. The first successful attempt to use genetically modified microbe to produce human protein was made by Herbert Boyer in 1978. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഹ്യൂമൻ ഇൻസുലിൻ അതിൻ്റെ ജീൻ ഒരു എസ്ചെറിഷ്യ കൊളായി ബാക്ടീരിയത്തിൻ്റെ ജീനോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഈ എസ്ചെറിഷ്യ കൊളായിൽ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു, സിന്തറ്റിക് ഹ്യൂമൻ ഇൻസുലിൻ. അപ്പോൾ ഹ്യൂമൻ ഇൻസുലിൻ്റെ ജീൻ എസ്ചെറിഷ്യ കൊളായി ബാക്ടീരിയത്തിൻ്റെ ജീനോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ എസ്ചെറിഷ്യ കൊളായിൽ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തെടുത്തു. ഇതാണ് ദ ഫസ്റ്റ് സക്സസ്ഫുൾ അറ്റംപ്റ്റ് to use genetically modified microbe to produce human protein. Similar bacteria have been used to produce clotting factors to treat hemophilia and human growth hormone to treat various forms of dwarfism. അടുത്തത് റീകോമ്പിനന്റ് വാക്സിൻ. റീകോമ്പിനന്റ് വാക്സിൻ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള റീകോമ്പിനന്റ് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ യൂസ് ചെയ്തത് നമ്മുടെ സാധാരണ ഈസ്റ്റിൻ്റെ ജീനോമിലേക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സർഫസ് ആൻറ്റിജൻ അതിൻ്റെ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് റീകോമ്പിനന്റ് വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള റീകോമ്പിനന്റ് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്തെടുത്തത്. ബയോറെമഡിയേഷൻ. എന്താണ് ബയോറെമഡിയേഷൻ? It is the biological means of cleaning the environment. Bioremediation എന്ന് പറഞ്ഞാൽ it is the biological means of cleaning the environment and it involves the use of organisms such as microbes. And these microbes neutralize pollutants and detoxify the environment. ഫോർ എക്സാമ്പിൾ ഒരു ഓയിൽ സ്പിൽ, ഓഷനിൽ ഷിപ്പിൽ നിന്ന് ഓയിൽ കൊണ്ടുവരുന്ന ഷിപ്പിൽ നിന്ന് ഒരു ഓയിൽ സ്പിൽ നമ്മുടെ സമുദ്രത്തിലേക്ക് ഉണ്ടാകുന്നെങ്കിൽ ആ ഓയിൽ എത്രയും പെട്ടെന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതെ എത്രയും പെട്ടെന്ന് ആ ഓയിൽ കൺസ്യൂം ചെയ്യുന്ന ബാക്ടീരിയ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓയിൽ സ്പിൽ തടയുന്ന, സമുദ്രത്തിലേക്ക് ഓയിൽ സ്പിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്ന പല ബാക്ടീരിയ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് സ്യൂഡോമോണാസ് പ്യൂഡിറ്റ. This is genetically engineered bacteria. It is invented by Anand Mohan Chakrabarty in 1971. And this Pseudomonas pudita could utilize hydrocarbons in the oil spill as carbon source, thereby rapidly degrading the pollutant. ഈ സ്യൂഡോമോണാസ് പ്യൂഡിറ്റ ഈ ഓയിൽ സ്പില്ലിലുള്ള ഹൈഡ്രോ കാർബൺസ് കൺസ്യൂം ചെയ്തുകൊണ്ട് ഈ ഓയിൽ സ്പിൽ
കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഓയിൽ സ്പില്ല് ആ ഓയിലിനെ കൺസ്യൂം ചെയ്തുകൊണ്ട് ഈ പൊല്യൂഷൻ ഓയിൽ സ്പിൽ കാരണം ഉണ്ടാകുന്ന പൊല്യൂഷൻ തടയുന്നതിന് സഹായിക്കുന്നു. ആൻഡ് ദിസ് സ്യൂഡോമോണാസ് pudita, this is named as superbug and the first GMO to be granted a patent. സ്യൂഡോമോണാസ് പ്യൂഡിറ്റയാണ് നമ്മൾ സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത്. ഓയിൽ സ്പില്ലൊക്കെ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ ഓയിൽ സ്പിൽ കാരണം ഉണ്ടാകുന്ന ഓയിലിനെ കൺസ്യൂം ചെയ്ത് എൻവയോൺമെന്റിനെ അല്ലെങ്കിൽ ഓഷ്യനെ രക്ഷിക്കുന്ന സ്യൂഡോമോണാസ് പ്യൂഡിറ്റ, അതാണ് സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ഫസ്റ്റ് GMO to be granted a patent. Next is biological control. Mosquitocidal toxic gene is incorporated into the blue-green algae. അതായത് മസ്കിറ്റോസിന് ടോക്സിക് ആയിട്ടുള്ള ജീൻ ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ജീനോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ബ്ലൂ ഗ്രീൻ ആൽഗെ സിന്തസൈസ് ചെയ്തെടുക്കുന്നു. ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിൽ അപ്പർ സർഫസിൽ വളരുകയും ഈ മസ്കിറ്റോയുടെ ലാർവ ഇതിനെ കൺസ്യൂം ചെയ്യുമ്പോൾ ഈ ലാവ നശിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് മസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ മസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന മസ്കിറ്റോസിന്റെ ടോക്സിക് ജീൻ ബാസിലസ് സ്പിറിക്കസ് ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ജീൻ ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ജീനോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വേറൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ ബ്ലൂ ഗ്രീൻ ആൽഗെ അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ വളരുകയും ഇത് വളരെ നേരം അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മസ്കിറ്റോയുടെ ലാർവ ഈ മസ്കിറ്റോസിയുടെ ടോക്സിക് ജീനുള്ള ബ്ലൂ ഗ്രീൻ ആൽഗെ കൺസ്യൂം ചെയ്യുമ്പോൾ ആ ലാർവ നശിച്ചു പോകുന്നു. അങ്ങനെ നമുക്ക് മസ്കിറ്റോസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. ദാറ്റ് ഈസ് ദി ബയോളജിക്കൽ കൺട്രോൾ ഓഫ് മസ്കിറ്റോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രാൻസ്ജനിക് അനിമൽസിനെ കുറിച്ചാണ്. ആൻഡ് ദീസ് ട്രാൻസ്ജനിക് അനിമൽസ് സെർവ് as bioreactors to produce desired proteins. Gene for specific protein is introduced to genome of these animals. The adult transgenic animal may express the transgene by way of producing milk or egg that are rich in desired protein. ട്രാൻസ്ജനിക് അനിമൽസിൻ്റെ കേസിൽ ഒരു ഡിസൈഡ് പ്രോട്ടീൻ്റെ ജീൻ നമ്മൾ ഈ അനിമൽസിൻ്റെ ജീനോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഡിസൈഡ് പ്രോട്ടീൻ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ജീൻ ആ അനിമൽസിൻ്റെ ജീനോമിൽ ഇരുന്ന് എക്സ്പ്രസ് ചെയ്തിട്ട് ഈ ട്രാൻസ്ജനിക് അനിമൽസിൻ്റെ എഗ്ഗിലോ അല്ലെങ്കിൽ മിൽക്കിലോ ഈ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ട്രാൻസ്ജനിക് ഗോട്ട്. വൺ എക്സാമ്പിൾ ഇസ് ദ ഹേർഡ് ഓഫ് ട്രാൻസ്ജനിക് ഗോട്ട് ഇൻ ടു വിച്ച് ദ ജീൻ ഫോർ സ്പൈഡർ സിൽക്ക് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ട്രാൻസ്ഫേർഡ്. നമ്മൾ ഗോട്ടിൻ്റെ ജീനോമിലേക്ക് സ്പൈഡർ സിൽക്കിൻ്റെ ജീൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഈ ഗോട്ടിൻ്റെ മിൽക്കിൽ ഈ ജീൻ എക്സ്പ്രസ് ചെയ്യും, അല്ലെങ്കിൽ ഈ പ്രോട്ടീൻ സ്പൈഡർ സിൽക്ക് പ്രോട്ടീൻ ഈ ട്രാൻസ്ജനിക് ഗോട്ടിൻ്റെ മിൽക്കിൽ കാണുന്നു. And this product is named as biosteel. ഈ സ്പൈഡർ സിൽക്ക് പ്രോട്ടീൻ മിൽക്കിൻ്റെ ഗോട്ടിൻ്റെ മിൽക്കിൽ എക്സ്പ്രസ് ചെയ്ത് വരുന്ന ഈ സ്പൈഡർ സിൽക്ക് പ്രോട്ടീൻ ഇതിനെയാണ് നമ്മൾ ബയോസ്റ്റീൽ എന്ന് പറയുന്നത്. ബയോസ്റ്റീൽ it is 7 to 10 times as strong as steel if compared for the same weight, and it can stretch up to 20 times its unaltered size without losing its strength properties. And it is high resistance to extreme temperature. It is resistant to extreme temperature, extreme cold and extreme hot temperature. ഇത് റെസിസ്റ്റൻ്റ് ആണ്. ഈ സ്പൈഡർ സിൽക്ക് പ്രോട്ടീൻ ഗോട്ടിൻ്റെ മിൽക്കിൽ എക്സ്പ്രസ് ചെയ്ത് വരുന്ന ഈ സ്പൈഡർ സിൽക്ക് പ്രോട്ടീൻസ്. നെക്സ്റ്റ് ഇസ് ട്രാൻസ്ജനിക് മൈസ്. ഓങ്കോ മൗസ്, the first genetically engineered animal to be patented. ഓങ്കോ മൗസ് എന്ന് പറഞ്ഞാൽ മൗസിൻ്റെ ജീനോമിൽ നമ്മളൊരു ഓങ്കോജീൻ അല്ലെങ്കിൽ ക്യാൻസറസ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്യാൻസറസ് മൗസിനെ അല്ലെങ്കിൽ ഓങ്കോ മൗസിനെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഓങ്കോ മൗസ്. അതായത് ഒരു മൗസിൻ്റെ ജീനോമിലേക്ക് ഒരു ഓങ്കോജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ട്രാൻസ്ജനിക്
മൈസിനെയാണ് നമ്മൾ ഓങ്കോമൗസ് എന്ന് പറയുന്നത്. ഈ this oncomouse, the first genetically engineered animal to be patented. Oncomouse ആണ് the first genetically engineered animal to be patented. ഇനി knockout mice എന്ന് പറഞ്ഞാൽ എന്താണ്? knockout mice എന്ന് പറഞ്ഞാൽ മൈസിൻ്റെ ജീനോമിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ജീൻസിനെ റിമൂവ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന മൗസിനെയാണ് നമ്മൾ നോക്കൗട്ട് മൈസ് എന്ന് പറയുന്നത്. എന്താണ് നോക്കൗട്ട് മൗസ്? അതായത് മൗസിൻ്റെ ജീനോം, അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ ജീൻസിനെ റിമൂവ് ചെയ്ത് കളയുന്നു, നോക്കൗട്ട് ചെയ്ത് കളയുന്നു, എന്നിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആനിമലിനെയാണ് നമ്മൾ നോക്കൗട്ട് മൈസ് എന്ന് പറയുന്നത്. Transgenic fish is produced. This transgenic fish is produced with the view to enhance fish quality, growth, then resistance to environment stress, disease resistance and productivity. അങ്ങനെ പല തരത്തിലുള്ള ഫിഷ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. Next is transgenic mosquito. Transgenic mosquito that express the bee venom phospholipase have been created, and these transgenic mosquito can destroy nearly 90% of incoming malarial parasites and thus control the spread of this disease. അപ്പോൾ ബി വെനം ഫോസ്ഫോലിപ്പേസ് എക്സ്പ്രസ് ചെയ്യുന്ന മസ്കിറ്റോസ്, ട്രാൻസ്ജനിക് മസ്കിറ്റോസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ദീസ് ട്രാൻസ്ജനിക് മസ്കിറ്റോ ക്യാൻ ഡിസ്ട്രോയ് നിയർലി 90% ഓഫ് ദി ഇൻകമ്മിങ് മലേറിയൽ പാരസൈറ്റ്സ് ആൻഡ് ദസ് കൺട്രോൾ ദി സ്പ്രെഡ് ഓഫ് ദിസ് ഡിസീസ്. BT ടെക്നോളജി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ, അതിൻ്റെ ക്രൈജീൻ ആണ് നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ പല പ്ലാന്റ്സിൻ്റെയും ജീനോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Crygene, it produces a protein, that is cry protein, which is insecticidal endotoxin. ഈ crygene പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ഒരു ഇൻസെക്ടിസിഡൽ എൻഡോടോക്സിൻ ആണ്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ജീനോമിലേക്ക്, കോട്ടൻ്റെയും പൊട്ടറ്റോയുടെയും സോയാബീൻ്റെയൊക്കെ ജീനോമിലേക്ക് നമ്മൾ ക്രൈജീൻ, ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്രൈജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ക്രൈജീൻ അവിടെ ഇരുന്നുകൊണ്ട് ഇൻസെക്ടിസിഡൽ എൻഡോടോക്സിൻ, ക്രൈ പ്രോട്ടീൻ ഇൻസെക്ടിസിഡൽ എൻഡോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫ് ഇൻസെക്ട്സിൻ്റെ കാറ്റർപില്ലേഴ്സ് കഴിക്കുമ്പോൾ ആ കാറ്റർപില്ലേഴ്സ് എല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ BT പ്ലാന്റ്സ് ഇൻസെക്ട്സിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പെസ്റ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? പെസ്റ്റിൻ്റെ കാറ്റർപില്ലേഴ്സ് ഈ പ്ലാന്റ്സിൻ്റെ ക്രൈജീൻ ഉള്ള പ്ലാന്റ്സിൻ്റെ ലീവ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ ആ കാറ്റർപില്ലേഴ്സ് നശിച്ചു പോകുന്നു. അത് സ്റ്റാർവ് ചെയ്ത് അതിന് പിന്നെ ഫുഡ് എടുക്കാൻ കഴിയാതെ അത് സ്റ്റാർവ് ചെയ്ത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ BT പ്ലാന്റ്സ് ഇൻസെക്ടിസിഡൽ റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ആയിട്ട് മാറുന്നത്, പെസ്റ്റിന് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ആയിട്ട് മാറുന്നത്. Next is golden rice. A gene for beta carotene is introduced into the genome of rice plant. Rice plant അല്ല, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. It is introduced into the genome of rice, rice plant. And these transgenic plant produce golden rice. Golden rice is very useful to control vitamin A deficiency. vitamin A യുടെ precursor ആയിട്ടുള്ള ബീറ്റാ കരോട്ടീൻ്റെ ജീനാണ് നമ്മൾ റൈസിൻ്റെ ജീനോമിലേക്ക്, റൈസ് പ്ലാന്റിൻ്റെ ജീനോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൈസ്, ട്രാൻസ്ജനിക് റൈസിൽ നിന്ന് വരുന്ന, റൈസ് പ്ലാന്റിൽ നിന്ന് വരുന്ന റൈസിൽ വൈറ്റമിൻ എ റിച്ച് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഗോൾഡൻ റൈസ് ഇസ് വെരി യൂസ്ഫുൾ ടു കൺട്രോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. ഇവിടെ ജീൻ ഫോർ ബീറ്റാ കരോട്ടിൻ ഇസ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദി ജീനം ഓഫ് ഐസ് പ്ലാന്റ് അല്ല, റൈസ് പ്ലാന്റ് ആണ്. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഇസ് പ്ലാന്റ് മോളിക്കുലർ ഫാമിംഗ്. Plant molecular farming, it is the practice of developing transgenic plants to produce human therapeutic proteins. It is the practice of developing transgenic plants to produce human therapeutic proteins. ഹ്യൂമൻസിന് ആവശ്യമായിട്ടുള്ള, തെറാപ്യൂട്ടിക് യൂസിന് ആവശ്യമായിട്ടുള്ള പല പ്രോട്ടീൻസും
പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ്ജനിക് പ്ലാന്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്നോളജിയാണ് നമ്മൾ പ്ലാന്റ് മോളിക്കുലർ ഫാമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ലൂമിനസെന്റ് പ്ലാന്റ്സ്. ലൂമിനസെന്റ് ടൊബാക്കോ പ്ലാന്റ്, അതായത് ലൂസിഫറീസ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ലൂമിനസെന്റ് പ്ലാന്റ് ആണ് ലൂമിനസെന്റ് ടൊബാക്കോ പ്ലാന്റ്. ഇവിടെ ലൂമിനസെൻസ് കൺട്രോൾ ചെയ്യുന്ന ലെക്സ് ഓപ്പറോൺ, അതായത് ബാക്ടീരിയയിൽ നിന്ന് എടുത്തിട്ടുള്ള ബാക്ടീരിയൽ ലൂസിഫറേസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ലെക്സ് ഓപ്പറോൺ ആണ് നമ്മൾ ടൊബാക്കോ പ്ലാന്റിൻ്റെ ജീനോമിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുകയും അത് അവിടെ ഇരുന്ന് ഈ ലെക്സ് ഓപ്പറോൺ ആ പ്ലാന്റിൻ്റെ ജീനോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലെക്സ് ഓപ്പറോൺ എക്സ്പ്രസ് ചെയ്യുന്നത് വഴി നമുക്കൊരു ലൂമിനസെന്റ് ടൊബാക്കോ പ്ലാന്റ്, ട്രാൻസ്ജനിക് ആയിട്ടുള്ള ലൂമിനസെന്റ് ടൊബാക്കോ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. So, the 6 gene of leg operon governing the bacterial luciferase system was transferred to plant chloroplast. This resulted in expression of leg operon in plants, yielding plants that are capable of autonomous light emission.